OCD, Obsessive Compulsive Disorder. ഇതൊരു ആൻസൈറ്റി ഡിസോർഡർ ആണ്. ഇതിൽ ആൾക്കാർക്ക് ഒരു റിക്കറൻ്റ് ആയിട്ടുള്ള അൺവാണ്ടഡ് തോട്ട്, ഐഡിയാസ്, സെൻസേഷൻസ് ഒക്കെ ഉണ്ടാകും. ഈ ഒരു ഇതിനെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഒബ്സഷൻ അവരെ കൊണ്ട് ഒരു കാര്യം, ഒരു ആക്ടിവിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും, അതായത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. ഇതാണ് കമ്പൾഷൻ. അതായത് ഈ ഒരു ഒബ്സഷൻ കാരണം കമ്പൾഷൻ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ എക്സസീവ് തോട്ട്സ് ദാറ്റ് ലീഡ്സ് ടു റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ. എക്സസീവ് തോട്ട്സ് ആണ് ഒബ്സഷൻ, റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ ആണ് കമ്പൾഷൻ. ഓക്കെ, ഇനി OCDയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. F42 ആണ് OCD വരുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ നോക്കാം. പ്രിഡോമിനൻ്റ്ലി ഒബ്സസീവ് തോട്ട്സ്, അതായത് ഒബ്സസീവ് തോട്ട്സ് പ്രിഡോമിനൻ്റ് ആയിരിക്കും, കൂടുതലായിരിക്കും. അടുത്തത് പ്രിഡോമിനൻ്റ്ലി കമ്പൽസീവ് ആക്ട്, അതായത് ഈ ആക്ഷൻ കൂടുതലായിരിക്കും. പിന്നെ മിക്സഡ് ഒബ്സഷണൽ തോട്ട്സ് ആൻഡ് ആക്ട്സ്, അതായത് മിക്സഡ് ആയിരിക്കും ഒബ്സഷണൽ തോട്ട്സും ആക്ഷനും. പിന്നെ അത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, പിന്നെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അൺസ്പെസിഫൈഡ്. ഇനി എത്തിയോളജി, ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് ഫസ്റ്റ് വൺ. ട്വിൻസിൽ നടത്തിയ സ്റ്റഡിയിൽ ഒരു മോണോസൈഗോട്ടിക് ട്വിൻസിൽ ഡൈസൈഗോട്ടിക് ട്വിൻസിനേക്കാളും വരാനുള്ള സാധ്യത കൂടുതലാണ് ഒരാൾക്ക് ഉണ്ടെങ്കിൽ. ഇനി ഫാമിലീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പേഷ്യൻ്റെ ഫസ്റ്റ് റിലേറ്റീവ്സിന് വരാനുള്ള സാധ്യത 35% ആണ്. ഇനി ബയോകെമിക്കൽ ഫാക്ടേഴ്സ് ആണ്. OCD പേഷ്യൻസിൽ സെറോട്ടോണിൻ്റെ അളവ്, ന്യൂറോ ട്രാൻസ്മിറ്റർ സെറോട്ടോണിൻ 5-HT അളവ് അബ്നോർമലായിട്ട് കാണപ്പെടുന്നുണ്ട്. അടുത്തത് ഇനി സൈക്കോ അനലിറ്റിക്കൽ തിയറി ആണ്. ഇത് പ്രകാരം, സൈക്കോ അനലിറ്റിക് കോൺസെപ്റ്റ് പ്രകാരം, patient with OCD as having regressed to developmentally earlier stages of the infantile superego. Infantile superegoന്റെ ഏർലി ഡെവലപ്മെന്റൽ സ്റ്റേജിലേക്ക് തിരിച്ചു പോകും, അതായത് റിഗ്രസ് ചെയ്യും. ആ ടൈമിൽ ആ ഒരു ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അപ്പിയർ ചെയ്യാൻ തുടങ്ങും, ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിൻ്റെ, അതായത് പോയ ഡെവലപ്മെന്റൽ സ്റ്റേജിൻ്റെ. ഓക്കെ, ഇനി അടുത്തത് ബിഹേവിയറൽ തിയറി ആണ് കേട്ടോ. ഇത് പ്രകാരം ആൻസൈറ്റിക്ക് നേരെയുള്ള ഒരു കണ്ടീഷൻ്റെ സ്റ്റിമുലസ് ആണ് ഈ ഒരു ഒബ്സഷൻ. ഈ ഒരു ഒബ്സഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ആൻസൈറ്റി കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേൺഡ് ബിഹേവിയർ ആണ് കമ്പൾഷൻ. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, ഒബ്സഷണൽ തോട്ട്സ്. ഇതെന്ന് വെച്ചാൽ വേർഡ്സ്, ഐഡിയാസ്, ബിലീവ്സ് ഒക്കെയാണ്. ഇതൊക്കെ ഫോഴ്സ്ഫുള്ളി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി മൈൻഡ് ഓഫ് പേഷ്യൻ്റ് ആണ്. ദേ ആർ യൂഷ്വലി അൺപ്ലസൻറ്റ് ആൻഡ് ഷോക്കിംഗ് ടു ദി പേഷ്യൻ്റ്. അതൊക്കെ ഭയങ്കര അൺപ്ലസൻ്റ് ആയിട്ടാണ് പേഷ്യൻറ്റിനെ ഫീൽ ചെയ്യുക. കോമൺ ടൈപ്സ് ഓഫ് ഒബ്സസീവ് തോട്ട്സ് എന്തൊക്കെയാണ് ഈ തോട്ടിൻ്റെ കണ്ടന്റ് എന്ന് നോക്കിയാൽ കണ്ടാമിനേഷൻ, റിപ്പീറ്റഡ് ഡൗട്ട്, ഓർഡർലിനെസ്, ഇമ്പൾസസ്, സെക്ഷൽ ഇമേജറി, അതൊക്കെ. അടുത്തത് ഒബ്സഷണൽ ഇമേജസ് ആണ്. ഇതിൽ വിവിഡ്ലി ഇമേജിൻഡ് സീൻസ്, നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഭയങ്കര വിവിഡായിട്ട് ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒബ്സഷണൽ റൂമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഭയങ്കരമായിട്ട് ഡിബേറ്റ് നടക്കും. ഓരോരോ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഓരോ സിംപ്ലസ്റ്റ് കാര്യം പോലും അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഭയങ്കരമായിട്ട് ഡിബേറ്റ് നടക്കും ഉള്ളിൽ. പിന്നെ ഒബ്സഷണൽ ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് ഡൗട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോഴും ഓരോ കാര്യം കംപ്ലീറ്റ് ചെയ്തു പ്രോപ്പറായിട്ട് തീർത്തോ എന്നൊക്കെയുള്ള ഭയങ്കര ഡൗട്ടായിരിക്കും. ഇതിന് എക്സാമ്പിളാണ് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയോ നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡോർ ലോക്ക് ചെയ്തോ നോക്കാൻ പോകുന്നത്. ഇതൊക്കെ എന്ന് വെച്ചാൽ ആ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമായിരിക്കും. അപ്പോൾ അത് തന്നെ എപ്പോഴും മനസ്സിൽ കിടന്നിട്ട് വീണ്ടും 3, 4, 5 തവണ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ പോകാൻ വിചാരിച്ച കാര്യം നടക്കത്തില്ല. അടുത്തത് ഒബ്സഷണൽ ഇമ്പൾസസ് ആണ്. ഇതിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ആൾക്ക്, ഈ ഒരു ഒബ്സഷണൽ ആൾക്ക് നമ്മൾ സാധാരണഗതിയിൽ വയലൻ്റ് ആയിട്ടുള്ള ഭയങ്കര എംപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആർത്തിയോ അല്ലെങ്കിൽ ഭയങ്കര വെമ്പലായിരിക്കും. അതായത് ലൈക്ക് ചർച്ചിൽ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയാക്കാൻ വേണ്ടിയിട്ട്, എല്ലാം നിശബ്ദമായിരിക്കില്ലേ, അപ്പോഴങ്ങനെ ചർച്ചിൽ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കുട്ടീനെ എൻജോയ്പ്പെടുത്താൻ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കാൻ നോക്കുന്നതൊക്കെ. ഇനി അടുത്തത് ഒബ്സഷണൽ റിച്വൽസ് ആണ്. ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു റിച്വലിസ്റ്റിക് വേയിലാണ്. അതായത് ഒരു പെർട്ടിക്കുലർ വേയിൽ നമ്മൾ നമ്പേഴ്സ് ഇങ്ങനെ വീണ്ടും എണ്ണിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പിന്നെ സർട്ടൻ വേർഡ്സ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു ഒബ്സഷണൽ റിച്വൽ പോലെ ഒരു 10-20 തവണ ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് തോട്ട് ഓഫ് കണ്ടാമിനേറ്റഡ് ആയി നമ്മൾ ഈ ഒരു കുഞ്ഞൊരു ടച്ചിലൂടെ തന്നെ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരാളുടെ അടുത്ത് നിന്ന് മറ്റൊരാളുടെ അടുത്തേക്കോ ഈ ഒരു കണ്ടാമിനേഷൻ പരക്കുന്നുള്ള ഒരു തോട്ട് കാരണം, ആ ഒരു ഒബ്സഷണൽ തോട്ട് കാരണം വീണ്ടും കൈ കഴുകി കൈൻ്റെ തോല് വരെ ഒരിഞ്ഞു പോകുന്ന കാര്യമുണ്ട്. അടുത്തത് ഒബ്സസീവ് സ്ലോനെസ് ആണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഒരു ഇൻഡിവിജ്വൽ ഭയങ്കരമായിട്ട് സ്ലോ ആകും. കാരണം ഈ ഒരു ഒബ്സഷണൽ റിച്വൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു 10-20 തവണ ഒരു കാര്യമൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നോക്കി ഡബിൾ ചെക്കും 4 ചെക്കും അല്ലെങ്കിൽ ചെയ്ത് ലാസ്റ്റ് ഫുൾ ആക്ടിവിറ്റി സ്ലോ ആവും, ഭയങ്കര സ്ലോ ആവും. അടുത്തത് ഡയഗ്നോസിസ്. ഇതിൽ വരുന്നതാണ് എക്സിബിഷൻ ഓഫ് റിച്വലിസ്റ്റിക് ബിഹേവിയർ വിച്ച് ഈസ് ഇറാഷണൽ ആൻഡ് എക്സസീവ്. അതായത് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഒരു റിച്വലിസ്റ്റിക് ബിഹേവിയർ ചെയ്തുകൊണ്ടിരിക്കുക, അതിനൊരു ബന്ധമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ MRI CT ഒക്കെ ഇതെന്ന് വെച്ചാൽ ഒരു എൻലാർജ്ഡ് ബേസൽ ഗാംഗ്ലിയ കാണിക്കും ചില പേഷ്യൻസിൽ. പിന്നെ പോസ്റ്റ്രോൺ എമിഷൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ
ഈ ഒരു സ്കാനാണ് ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് മെറ്റബോളിസം ഇൻ ദി പാർട്ട് ഓഫ് ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയൻ്റെ പാർട്ടിലെ ഒരു ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് മെറ്റബോളിസം കാണിക്കും പെറ്റ് സ്കാന്. പിന്നെ ICD-10 ക്രൈറ്റീരിയ വെച്ചിട്ട് ഡയഗ്നോസിസ് കൺഫേം ചെയ്യും. അടുത്തത് ട്രീറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് വരുന്നത് ഫാർമക്കോ തെറാപ്പി. അതിൽ വരുന്നതാണ് ആൻസിയോലൈറ്റിക്സും ആൻറ്റി ഡിപ്രസൻസും. ആൻസിയോലൈറ്റിക്സിൽ വരുന്നതാണ് ബെൻസോഡയസിപ്പൈൻസ്. ആൻറ്റി ഡിപ്രസൻസിൽ വരുന്നതാണ് ഫ്ലൂവോക്സാമിനും സെർട്ടാലിനും ഒക്കെ SSRIs. ഓക്കെ, അടുത്ത ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആണ് ബിഹേവിയർ തെറാപ്പി. ഇതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ. ഇതിൽ ചെയ്യുന്ന കാര്യം ആദ്യം എക്സ്പോഷർ ചെയ്യിക്കും, പിന്നെ അതിൻ്റെ തുടർന്നുണ്ടാകുന്ന റെസ്പോൺസിനെ അവിടെ ബ്രേക്ക് ചെയ്യിക്കും, പ്രിവെൻറ്റ് ചെയ്യിക്കും. ഇതിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു ഹാൻഡ് വാഷിംഗ് ആണ് ഒരു OCD എങ്കിൽ, അതായത് റിപ്പീറ്റഡ് 12, 20, 30 തവണ ഹാൻഡ് വാഷ് ചെയ്യുന്നതാണ് ഒരാളുടെ ഇതെങ്കിൽ, അപ്പോൾ അയാൾ ആദ്യം ഒരു കണ്ടാമിനേറ്റഡ് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തിനെങ്കിലും തൊടിപ്പിക്കും. എന്നിട്ട് അയാൾ അപ്പോഴവിടെ ഒരു ആൻസൈറ്റി പോലെ ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ടൈമിൽ അവരെ കൈ കഴുകാൻ വിടാതിരിക്കും, റിസ്ട്രെയിൻ ചെയ്ത് വെക്കും. അടുത്ത ബിഹേവിയർ തെറാപ്പിയാണ് തോട്ട് സ്റ്റോപ്പേജ്. ഇതിൽ ഒരാളുടെ അൺവാണ്ടഡ് തോട്ടിനെ സ്റ്റോപ്പ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ആ പേഷ്യൻ്റ് ഒരു കംഫർട്ടബിൾ ആയിട്ട് ഒരു ചെയറിൽ ഇരുത്തിയിട്ട് ഈ ഒരു അൺപ്ലസൻറ്റ് ഒബ്ജക്റ്റിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. എന്നിട്ട് ഒരു തോട്ട് ഫോം ചെയ്ത് വരുന്ന ടൈമിൽ പെട്ടെന്നൊരു സ്റ്റോപ്പ് എന്നൊരു കമാൻഡ് കൊടുക്കുക. എന്നിട്ട് ആ പേഷ്യൻറ്റിനെ തോട്ടിലേക്ക് അല്ലെങ്കിൽ പുതിയ തോട്ട് കൊണ്ടുവരിക, അതായത് ഒരു ഡൈവേർട്ട് ചെയ്തിട്ട് ഒരു നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ആകുമ്പോൾ ഇവരുടെ ഒരു അൺവാണ്ടഡ് തോട്ടൊക്കെ അണ്ടർ കൺട്രോൾ ആവും. അടുത്തത് റിലാക്സേഷൻ ടെക്നിക്സ് ആണ്. ഇതിൽ വരുന്നത് ഡീപ് ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻസ്, ഇമേജറി ആൻഡ് മ്യൂസിക്, പ്രോഗ്രഷൻ, മസിൽ റിലാക്സേഷൻ ഒക്കെയാണ് കേട്ടോ. അടുത്തതാണ് ഡീസെൻസിറ്റൈസേഷൻ, പിന്നെ അവേഴ്സീവ് ട്രെയിനിങ്. ഇത് തന്നെ മുമ്പ് നോക്കിയിട്ടുണ്ട്. ഇനി വരുന്ന മറ്റുള്ള ചികിത്സാ രീതികളാണ് ഒന്ന് സപ്പോർട്ടീവ് സൈക്കോ തെറാപ്പി. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, മുമ്പിലത്തെ വീഡിയോ ഒക്കെ റെഫർ ചെയ്യുക. പിന്നെ വരുന്നതാണ് ECT. അതെന്ന് വെച്ചാൽ അത്യാവശ്യ ഘട്ടത്തിൽ മറ്റൊരു ചികിത്സ ഏറ്റില്ലെങ്കിൽ മാത്രം കൊടുക്കുക. ഇനി ഇതിൽ വരുന്ന നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ്. ഇൻഫെക്റ്റീവ് കോപ്പിംഗ് റിലേറ്റഡ് ടു അണ്ടർ ഡെവലപ്ഡ് ഈഗോ, പ്യൂണിറ്റീവ് സൂപ്പർ ഈഗോ, അവോയ്ഡൻസ് ലേണിംഗ്, പോസിബിൾ ബയോകെമിക്കൽ ചേഞ്ചസ്, എവിഡൻസ്ഡ് ബൈ റിച്വലിസ്റ്റിക് ബിഹേവിയർ ഓർ ഒബ്സസീവ് തോട്ട്സ്. അതായത് ഇൻഎഫക്റ്റീവ് ഇൻഡിവിജ്വൽ കോപ്പിംഗ് ആണ് അടുത്ത നഴ്സിംഗ് ഡയഗ്നോസിസ്. അതിൽ വരുന്ന ഇനി ഇൻ്റർവെൻഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പേഷ്യൻ്റെ കൂടെ നിന്നിട്ട് പേഷ്യൻ്റെ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് ഈ ഒരു ആൻസൈറ്റി ഉണ്ടാക്കുന്നത്, ഏതൊക്കെയാണ് ഈ ഒരു റിച്വലിസ്റ്റിക് ബിഹേവിയറിന് കാരണമാകുന്നതെന്ന് കണ്ടെത്തുക. പിന്നെ അടുത്തതാണ് പേഷ്യൻറ്റിന് ആദ്യകാലങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ റിച്വൽസ് പെർഫോം ചെയ്യാൻ കൂടുതൽ ടൈം നൽകുക. പിന്നെ നോൺ ജഡ്ജ്മെൻറ്റലായിരിക്കുക. സപ്പോർട്ട് പേഷ്യൻസ് എഫേർട്ട് ടു എക്സ്പ്ലോർ ദി മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ദി ബിഹേവിയർ. പ്രൊവൈഡ് സ്ട്രക്ചേർഡ് ഷെഡ്യൂൾ ഓഫ് ആക്ടിവിറ്റീസ് ഫോർ പേഷ്യൻറ്റ് ഇൻക്ലൂഡിങ് അഡിക്വേറ്റ് ടൈം ഫോർ കംപ്ലീഷൻ ഓഫ് റിച്വൽസ്. അതായത് ഓരോ റിച്വൽസ് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര ടൈം എന്ന് വെച്ചിട്ട് ഒരു ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക ഓരോ ആക്ടിവിറ്റീസും. ഗ്രാജുവലി ബിഗിൻ ടു ലിമിറ്റ് എമൗണ്ട് ഓഫ് ടൈം അലോട്ടഡ് ഫോർ റിച്വലിസ്റ്റിക് ബിഹേവിയർ. ആദ്യങ്ങളിലൊക്കെ കുറച്ച് ടൈം കൊടുക്കാമെന്നല്ലേ, പിന്നീട് കുറച്ച് കൊണ്ടുവരും ആ ടൈം. ഗിവ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ നോൺ റിച്വലിസ്റ്റിക് ബിഹേവിയർ. നോൺ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക, ഒരു പ്രോത്സാഹനം നൽകുക. പിന്നെ ഒബ്സസീവ് തോട്ട്സ് വരുമ്പോൾ അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാനുള്ള വേസ് എന്നൊക്കെയാണ് മെത്തേഡ്സ് എന്നൊക്കെ പേഷ്യൻറ്റിനെ പഠിപ്പിച്ചു കൊടുക്കുക. നഴ്സിംഗ് ഡയഗ്നോസിസ് 2 ആണ്. ഇമ്പയർഡ് റോൾ പെർഫോമൻസ് റിലേറ്റഡ് ടു ദി നീഡ് ഓഫ് പെർഫോം റിച്വൽസ് എവിഡൻസ്ഡ് ബൈ ഇനബിലിറ്റി ടു ഫുൾഫിൽ യൂഷ്വൽ പാറ്റേൺസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് പേഷ്യൻറ്റിൻ്റെ റോൾ പെർഫോമൻസിനെ ഇമ്പയർഡ് ആക്കിയെന്ന്. ഇനി ഇതിൻ്റെ ഇൻ്റർവെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഡിറ്റർമിൻ പേഷ്യൻസ് പ്രീവിയസ് ഓൾ വിത്തിൻ ദി ഫാമിലി. ഫാമിലിയിൽ പേഷ്യൻ്റെ ആദ്യത്തെ റോൾ എന്തായിരുന്നു, അത് എത്രത്തോളമാണ് ഈ ഒരു ഇൽനെസ് കാരണം മാറിയിട്ടുള്ളതെന്ന് നോക്കുക. എൻകറേജ് പേഷ്യൻറ്റ് ടു ഡിസ്കസ് കോൺഫ്ലിക്ട്സ് എവിഡൻറ്റ് വിത്തിൻ ദി ഫാമിലി സിസ്റ്റത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. അടുത്തത് എക്സ്പ്ലോർ ഓപ്ഷൻസ്, അവൈലബിൾ ഓപ്ഷൻസ് ഫോർ ചേഞ്ചസ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദി റോൾ. അതായത് ഈ ഒരു റോളിൽ ചേഞ്ചസ് വരാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. പ്രാക്ടീസ് ത്രൂ റോൾ പ്ലേ വഴി ഇത് പ്രാക്ടീസ് ചെയ്യുക. Given patients loads of positive reinforcement for ability to assume all responsibilities by decreasing need for ritualistic behavior. Ritualistic behavior കുറച്ചിട്ട് ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തുടങ്ങുന്ന ടൈമിൽ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് നൽകുക. സോ ഇതൊക്കെയാണ് ബാക്കി അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.